ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നഷ്ടപ്പെട്ട PF നമ്പർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ട് EPF സെർച്ച് ചെയ്യുക. EPF സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ പറഞ്ഞിട്ട് EPFindia.gov.in എന്ന് പറഞ്ഞൊരു സൈറ്റ് കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ സൈറ്റിലേക്ക് ലോഡ് ചെയ്യുക. ചില സമയം സെർവർ ഇഷ്യൂ, നെറ്റ്വർക്ക് ഇഷ്യൂ, നമ്മളെ നെറ്റിൻ്റെ ഇതുപോലെ അത് ഫുൾ ലോഡാവും, കുറച്ച് സമയം എടുക്കുമായിരിക്കും. അപ്പോൾ അത് ലോഡാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് പറയാം. നമ്മുടെ ഒരു കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയാണ് നമ്മുടെ PF അക്കൗണ്ടും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പനി ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ PF നമ്മുടെ ഫോണിലേക്കാണ് നമ്മുടെ UN നമ്പർ, അതായത് PF നമ്പറൊക്കെ മെസ്സേജ് വരിക. ഇൻ കേസ് നമ്മൾ ആ മെസ്സേജ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ PF നമ്പർ റിക്കവർ ചെയ്തെടുക്കാം, എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ EPFൻ്റെ സൈറ്റ് ഇത്തരത്തിൽ ഫുൾ ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടനവധി ഓപ്ഷൻസ് അതിൽ കാണാൻ സാധിക്കും. ഉമാങ്, പാസ്ബുക്ക്, ഓൺലൈൻ മെമ്പർ ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുൾ ലോഡായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓപ്ഷൻ കിട്ടും. അതിൽ നമ്മൾ ഓൺലൈൻ മെമ്പർ ട്രാൻസ്ഫർ എന്നുള്ളതാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു പേജിലേക്ക് പോകും. ആ പുതിയൊരു പേജിൽ നമുക്കിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അത് നിങ്ങൾ ക്ലോസ് അടിച്ചേക്കുക. അവിടെ നിങ്ങൾ തൊട്ട സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും UN പാസ്വേഡ് എന്നെല്ലാം പറഞ്ഞിട്ട്. അത് നമുക്ക് ഓൾറെഡി UN നമ്പർ പാസ്വേഡ് അറിഞ്ഞിട്ട് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഫോർഗോട്ട് കൊടുക്കാം. അതിന് താഴെ നിങ്ങൾ ആക്റ്റീവ് UN, നോ യുവർ UN എന്നെല്ലാം കാണുന്നുണ്ടാവും. അപ്പോൾ നോ യുവർ UN ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. അവിടെ നമ്മൾ നമ്മുടെ ആധാറിൽ കൊടുത്ത ഫോൺ നമ്പർ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക. ആധാറിൽ കൊടുത്ത ഫോൺ നമ്പർ അടിച്ചതിന് ശേഷം ആ ക്യാപ്ച അടിച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് OTP കൊടുക്കണം. അതായത് നമ്മൾ ആധാർ വഴിയാണല്ലോ നമ്മുടെ EPFO കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. എല്ലാം ലിങ്ക്ഡ് ആണല്ലോ, ഇപ്പം എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ ആധാറിൽ കൊടുത്ത ഫോൺ നമ്പർ നമ്മളിവിടെ കൊടുത്ത് റിക്വസ്റ്റ് OTP കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളിവിടെ റീ എൻറ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൽ വന്ന OTP റീ എൻറ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് വാലിഡേറ്റ് OTP കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ OTP വന്നില്ല, ആ OTP വന്ന് ഞാൻ എൻറ്റർ ചെയ്തു. ഇനി നമുക്ക് വാലിഡേറ്റ് OTP ക്യാപ്ച അടിച്ചതിന് ശേഷം വാലിഡേറ്റ് OTP കൊടുക്കാം. വാലിഡേറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ OTP വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് എഴുതി കാണിക്കും. സക്സസ്ഫുൾ എന്ന് എഴുതി കാണിച്ചതിന് ശേഷം നമ്മുടെ പേര് എങ്ങനെയാണോ നമ്മുടെ ആധാറിലുള്ളത് അതേപോലെ അവിടെ അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആധാറിലുള്ള പോലെ എങ്ങനെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ തന്നെ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആധാർ നമ്പർ എത്രയാണ് നമ്മുടെ ആധാർ നമ്പർ അതും അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാപ്ച, അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ക്യാപ്ച, അതും എൻറ്റർ ചെയ്തതിന് ശേഷം ഷെയർ മൈ UN എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നമ്മൾ ആധാർ നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ആധാർ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാപ്ചയും എൻറ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഷെയർ മൈ UN എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഇതാ നമ്മുടെ UN നമ്പർ അഥവാ PF നമ്പർ നമുക്കിവിടെ എഴുതി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ PF നമ്പർ കിട്ടിയാൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ ആ PF നമ്പർ ആക്ടിവേറ്റ് ചെയ്യണം. ഇത് നമ്മളിപ്പോൾ UN നമ്പർ അറിയാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇൻ കേസ് നമുക്ക് ഫോണിൽ കമ്പനിയിൽ നിന്ന് UN നമ്പർ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ ഇതേപോലെ ആക്ടിവേറ്റ് ചെയ്യണം.